അസ്സലാമു അലൈക്കും. വെൽക്കം ടു മറിയംസ് ലിറ്റിൽ ഓവൻ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കല്ല, നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. അപ്പം ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചായ തിളക്കണ നേരം കൊണ്ട് നമുക്ക് ആ വിഭവം ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ചായ തിളച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കട്ടൻ ചായയാണ് ആവശ്യം. ഞാനിപ്പോൾ മോൾക്ക് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ പാൽ ചായ എടുത്തുന്നല്ലേ ഉള്ളൂ. കോമ്പിനേഷൻ കട്ടൻ ചായ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ബൗളെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പൊരിയാണ്, പഫ്ഡ് റൈസ് എന്നൊക്കെ പറയില്ലേ, അതാണ് വേണ്ടത്. അത് ഒരു 1.5 കപ്പോളം പൊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്യാറ് സാധാരണ പൊരി വെറുതെ ഒന്നുമില്ലെങ്കിൽ കട്ടൻ ചായയിലിട്ട് കഴിക്കും, അല്ലെങ്കിൽ വെറുതെ തിന്നും, അങ്ങനെയാണല്ലോ. അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് ഇപ്പോൾ പൊരി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒരു 2-3 ടേബിൾ സ്പൂണോളം തേങ്ങ ഇടാം. തേങ്ങ കുറച്ചായാലും കുഴപ്പമില്ല കേട്ടോ, 1 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇനി തേങ്ങ ഇടാം. ഇത് നല്ല ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര അധികം ആവശ്യമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ മതി. ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഏലക്കയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് ഇട്ടൊന്നേ ഉള്ളൂ. ഒരു ഏലക്ക കുത്തിപ്പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പ് മസ്റ്റാണ് കേട്ടോ, എന്ന് വെച്ചാൽ ഒരു നുള്ള് മതി, ഒരു നുള്ള് ഫുള്ള് വേണമെന്നില്ല, പകുതി ആയാലും മതി. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വെക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി കുറച്ച് വെള്ളം, ഒരിത്തിരി വെള്ളം, ഇപ്പോൾ നമ്മൾ കഴുകിയ ബൗളെടുക്കുമ്പോൾ ആ ബൗളിലുള്ള നനവ് തന്നെ മതിയാവും. ഞാനിപ്പോൾ അത് പോരാൻ തോന്നിയപ്പോഴാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നത്. ഒരുപാട് ഒഴിച്ചിട്ട് ഈ പൊരി മൊത്തത്തിൽ അങ്ങോട്ട് നനഞ്ഞു പോകരുത് കേട്ടോ. നനഞ്ഞു പോയാൽ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം, നമ്മൾ ചായയോടൊപ്പം കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് തോന്നണം. അപ്പോൾ നേരിയതായിട്ടൊന്ന് നനഞ്ഞിട്ടിയാൽ മതി. അപ്പോൾ പൊരി അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഇത് 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല രസമുണ്ട്, കട്ടൻ ചായയും കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ പൊരി ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല രസമുണ്ട് കേട്ടോ. ഒരു നൊസ്റ്റു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മറിയംസ് ലിറ്റിൽ ഓവൻ. ബൈ.